ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് ഒരു കൊച്ചുമൻ വന്ന് ചോദിച്ചു, അപ്പൂപ്പ എനിക്കും വലിയ പ്രാപ്തനാവണം, അതിനുവേണ്ടി എനിക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം എടുത്ത വായിൽ അപ്പൂപ്പൻ പറഞ്ഞു, നീ ഒരു കാര്യം, നല്ല ഒരു ഫലവൃക്ഷത്തിൻ്റെ 2 തൈകൾ, ഒന്ന് വീട്ടിൽ വയ്ക്കും, ഒന്ന് നിനക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റോഡിൻ്റെ അരികിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പം അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതേ രീതിയിൽ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം മോനെ, നീ ആ പണ്ട് നട്ട വൃക്ഷത്തിൻ്റെ കാര്യം വല്ല ഓർക്കാറുണ്ടോ? ഇപ്പം അത് ഓർക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ഒരെണ്ണം അവിടെ നിൽക്കുന്നു, നല്ല മരത്തിനകത്ത് നല്ല ഫലവൃക്ഷമല്ലേ, ഫലമൊക്കെ പിടിച്ച് പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. അപ്പം മറ്റേതോ, നീ മറ്റേ ഉണ്ട്, അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാനത് നട്ടു വെച്ചിട്ടെങ്കിൽ പോരുന്നു, അത് പൊയ്ക്കാണ്, നശിച്ചു പോയിക്കാണ്, കാരണം നമ്മൾ വളമൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് നീ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഇവൻ പോയി നോക്കുന്ന സമയത്ത് ആ വൃക്ഷം പടർന്ന് പന്തലിച്ച് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര്, ബൈക്ക് യാത്രക്കാരൊക്കെ അവിടെ നിന്ന് തമ്പടിക്കുന്നുണ്ട്. കാരണം അത്രയും വൃക്ഷത്തിന് അത്രയും വേരുകൾ ഇറങ്ങി, അത്രയും ടോട്ടലി ഒരുപാട് സ്ഥലം വരെ അതിൻ്റെ ശിഖകളൊക്കെ പോയിട്ടുണ്ട് മേൽവശത്ത് തന്നെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് കിളികൾ വന്ന് കൂട്ടിട്ടുണ്ട്, അതുപോലെ ഒരുപാട് തണൽ തരുന്നുണ്ട്, ഫലം ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു ഭയങ്കര രീതിയിൽ അതിൻ്റെ വേരുകൾ ഇറങ്ങിയതും ഒരുപാട് ശാഖകളും ഒക്കെ. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അപ്പോൾ അന്ന് പറഞ്ഞതിൻ്റെ ഒരു കഥ, നമ്മളൊരിക്കലും ഒരു അതിർത്തിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ, വെട്ടി വളർത്തി നിർത്തി കഴിഞ്ഞാൽ അതിന് പന്തലിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പടർന്ന് പന്തലിക്കാൻ പറ്റത്തുള്ളൂ.